നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ലോകത്തെ ഏറ്റവും വലിയ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പിനെ ഇനി നയിക്കുക ഒരു ഇന്ത്യക്കാരനാണ്. പ്രമുഖ ഫിൻടെക് പ്ലാറ്റ്ഫോമായ ക്രെഡിൻ്റെ സ്ഥാപകൻ കുനാൽ ഷായാണ് ആഗോളതലത്തിൽ വാട്സപ്പിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേൽക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ മെറ്റ ക്രെഡിൽ $900 മില്യൺ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സ്റ്റാർട്ടപ്പ് ലോകത്തെ ഞെട്ടിച്ച ഈ തന്ത്രപരമായ നേതൃമാറ്റം പുറത്തു വന്നത്. കഴിഞ്ഞ 7 വർഷമായി വാട്സപ്പിനെ നയിച്ചിരുന്ന വിൽ കാത്കാർഡ് സ്ഥാനമൊഴിയുന്നതോടെയാണ് സക്കർബർഗിൻ്റെ വിശ്വസ്തനായി ഈ ഇന്ത്യൻ ബിസിനസ് പ്രതിഭ കസേര ഉറപ്പിക്കുന്നത്. വാട്സപ്പിൻ്റെ പുതിയ ആഗോള മേധാവിയായി കുനാൽ ഷാ നിയമിതനായത് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ലോകത്തിന് അഭിമാന നിമിഷമായി മാറിയിരിക്കുകയാണ്. ഫിൻടെക് മേഖലയിലെ ശ്രദ്ധേയനായ സംരംഭകനായ കുനാൽ ഷാ ക്രെഡ് എന്ന കമ്പനിയുടെ സ്ഥാപകൻ എന്ന നിലയിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. 1979 മുംബൈയിൽ ജനിച്ച കുനാൽ ഷാ പഠനകാര്യത്തിൽ അല്പം വ്യത്യസ്തമായ വഴിയാണ് തിരഞ്ഞെടുത്തത്. മുംബൈ വിൽസൺ കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് NMIMS MBAക്ക് ചേർന്നുവെങ്കിലും ബിസിനസ് സ്വപ്നങ്ങൾ പിന്തുടരാനായി പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ വ്യാപകമാകുന്നതിന് മുമ്പേ തന്നെ 2010 കുനാൽ ഷാ ഫ്രീ ചാർജ് എന്ന പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ടു. മൊബൈൽ റീചാർജുകളും ഡിജിറ്റൽ പേയ്മെൻറ്റുകളും ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംരംഭം വേഗത്തിൽ തന്നെ ജനപ്രീതി നേടി. അക്കാലത്ത് ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വളർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ തന്നെ ഫ്രീ ചാർജ് ഏറെ വിജയമായിരുന്നു. മൊബൈൽ റീചാർജുകൾക്കും ബില്ലടയ്ക്കുന്നതിനുമൊക്കെ ക്യാഷ് ബാക്കും റിവാർഡുകളും നൽകി കൂടുതൽ ജനപ്രിയമാകാനും ഫ്രീ ചാർജിന് സാധിച്ചു. നഗരങ്ങളിലെ യുവാക്കൾക്കിടയിലാണ് ഫ്രീ ചാർജിന് ഏറെ സ്വീകാര്യത ലഭിച്ചത്. തുടർന്ന് 2015 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഏറ്റെടുക്കലുകളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഏകദേശം $400 മില്യൺ ഫ്രീ ചാർജിനെ സ്നാപ്ഡീൽ സ്വന്തമാക്കി. ഈ ഏറ്റെടുക്കലിന് ശേഷം കുറച്ചു കാലം കൂടി കമ്പനിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച കുനാൽ ഷാ പിന്നീടാണ് തൻ്റെ അടുത്ത പുതിയ സംരംഭത്തിലേക്ക് ചുവടുമാറിയത്. ഫ്രീ ചാർജിൽ നിന്നുള്ള പിന്മാറ്റത്തിന് ശേഷം അദ്ദേഹം സ്റ്റാർട്ടപ്പ് നിക്ഷേപകനായും ഉപദേശകനായും പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിലാണ് ഉപഭോക്താക്കളുടെ സാമ്പത്തിക പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠനം നടത്തിയത്. തുടർന്ന് 2018 കുനാൽ ഷാ ക്രെഡ് സ്ഥാപിച്ചത്. സമയബന്ധിതമായി ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കുന്ന ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ക്രെഡ് ആരംഭിച്ചത്. സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് $10 ലക്ഷം നിക്ഷേപിച്ചാണ് അദ്ദേഹം കമ്പനി ആരംഭിച്ചത്. പിന്നീട് പേയ്മെൻറ്റുകൾ, വായ്പകൾ, ഇൻഷുറൻസ്, ഇ-കൊമേഴ്സ്, ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്ക് കമ്പനി വ്യാപിച്ചു. വേറിട്ട ബ്രാൻഡിംഗ് ശൈലിയിലൂടെയും തരംഗമായി മാറിയ പരസ്യങ്ങളിലൂടെയും ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന വൈവിധ്യമാർന്ന രീതികളിലൂടെയും ക്രെഡ് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. സ്ഥാപനത്തിൻ്റെ കണക്കുകൾ പ്രകാരം ക്രെഡ് ഇന്ന് ഏകദേശം 1.7 കോടി അംഗങ്ങളുള്ള പ്ലാറ്റ്ഫോമായി വളർന്നു. ആഗോള നിക്ഷേപകരിൽ നിന്ന് $900 മില്യൺ അധികം സമാഹരിച്ച കമ്പനി വാർഷികമായി ഏകദേശം $325 മില്യൺ വരുമാനം നേടുന്നുണ്ട്. 2026 കമ്പനി ആദ്യമായി ലാഭകരമായ ഒരു ത്രൈമാസം രേഖപ്പെടുത്തിയതും ശ്രദ്ധേയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. വാട്സപ്പിൻ്റെ അടുത്ത വളർച്ചാഘട്ടത്തെ നയിക്കാൻ ആഗോള കാഴ്ചപ്പാടും ഉൽപ്പന്ന വികസനത്തിലെ മികവുമുള്ള ഒരു നേതാവിനെയാണ് മെറ്റ തേടിയിരുന്നത്. ഇതാണ് ഷായെ തിരഞ്ഞെടുക്കാൻ കാരണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്താനും നവീന ആശയങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന നേതാവായി കുനാൽ ഷായെ കമ്പനി വിലയിരുത്തി. മെറ്റയുടെ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ ക്രിസ് കോക്സിൻ്റെ അഭിപ്രായത്തിൽ സംരംഭക മനോഭാവവും ഉപഭോക്തൃ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഷായെ ഈ സ്ഥാനത്തേക്കുള്ള ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പുതിയ ചുമതലകൾ ഏറ്റെടുക്കുന്നതോടെ കുനാൽ ഷാ ക്രെഡിൻ്റെ ദൈനംദിന മേൽനോട്ടത്തിൽ നിന്ന് പിന്മാറി മെറ്റയുടെ ആസ്ഥാനമായ കാലിഫോർണിയയിലേക്ക് മാറും. എങ്കിലും കമ്പനിയുടെ പ്രധാന ഓഹരി ഉടമയെ അദ്ദേഹം തുടരുകയും ചെയ്യും.